ഗായ്സ്, ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഇഫ്താർ മീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ ഓൺ മൈ യൂട്യൂബ് ചാനൽ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാവുന്നുള്ളത് എനിക്കറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. തലേന്ന് തന്നെ ഞാനും റിഫിയും ഹനിയും കൂടി നെക്സ്റ്റ് പോയിട്ട് നമുക്ക് പരിപാടിക്ക് വേണ്ട എല്ലാ ഐറ്റംസും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യമായിട്ട് നമുക്ക് ഫ്രൂട്ട്സും വെജീസും ചിക്കനൊക്കെയാണ് മേടിക്കാണ്ടായിരുന്നത്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ചേട്ടനോട് പ്ലേറ്റ് എടുത്ത് തരാൻ പറഞ്ഞപ്പോഴത്തേനും ആളെ എവിടേക്കോ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഹാനിന് വേണ്ടി വന്ന് ഞങ്ങൾക്ക് പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ ആസ് യൂഷ്വൽ നമ്മള് സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് നമ്മൾ നേരെ നെക്സ്റ്റ് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരെ കുബൂസ് മേടിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പർച്ചേസിങ് ചെയ്യുന്ന നമ്മൾ നേരെ നെജ്മത്തിന്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നാണ് നമ്മുടെ ഇഫ്താർ മീറ്റ്. നമ്മുടെ നെജ്മത്തിന്റെ വീട്ടിലാണ് നമ്മൾ പരിപാടി സെറ്റ് ആക്കിയിട്ടുള്ളത്. നേരെ ഞാൻ ഹിബന്റെ വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അവളെ പിക്ക് ചെയ്യാണ്ടായിരുന്നു. ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിലും അവൾ കാര്യമായിട്ട് ഷവർമ മേക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേര് നേരെ നെജ്മത്തിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഏകദേശം ആക്ച്വലി ഒരു 4 o'clock ഒക്കെ ആയിട്ടാണ് അവിടെ എത്തുന്നുണ്ടായിരുന്നത്. അപ്പത്തേനും നമ്മൾ ഫ്രൂട്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ ഐഷ ഫൈനലി ഞങ്ങൾ ഇഫ്താറിന് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ 2 പീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. പിസക്കില്ല മാവ് കാണാനില്ല, എവിടെ ഉണ്ടായിരുന്നു. ഉണ്ടാക്കാനില്ല. ടൊമാറ്റോ എന്താണ് ബോയിൽ ചെയ്യുന്നുണ്ട്, എന്താന്ന് നമുക്കറിയില്ല. ഇത് നെജ്മത്തിന്റെ അമ്മച്ചിന്റെ എന്തോ സാധനമാണ് ഗൈസ്. അത് കുറച്ചും കൂടി വേവാനുണ്ട് എന്നാണ് നെജ്മത്തിന്റെ അമ്മ പറഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ഇനിയുള്ളത് ഐഷന്റെ എന്തോ ആണ്. ഇതെന്താണ്? ഇത് ഞാൻ എന്റെ തോട്ടത്തിൽ ഉണ്ടാക്കിയ പൈനാപ്പിൾ. ഇതെന്താ മസാല തേച്ചത്? ഇത് തിന്നാനാ? ജ്യൂസ് അടിക്കാൻ അത്ര മോഡലിൽ അറിയണ എന്തിനാ? ഞാൻ വീട്ടിൽ നിന്ന് അസറിന് മുന്നേ ഇറങ്ങിയുള്ളതുകൊണ്ട് തന്നെ നിജ്മത്തിന്റെ വീട്ടിൽ വന്നിട്ടാണ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ഉണ്ടാക്കുന്നത്? വിശേഷങ്ങൾ നോമ്പുണ്ടോ? നോമ്പുണ്ട്. എന്താ കേട്ട സ്പെഷ്യല്? നമ്മള് പിസ്സ ഉണ്ടാക്കാറുണ്ട്. സോസ് അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ചിക്കനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിസ്സക്കുള്ളതാണ് ഞാൻ സെറ്റായിരുന്നത്. എല്ലാ ഫ്രൂട്ട്സും ഐഷ കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ട്. ടെറസിന്റെ മുകളിലാണ് പരിപാടി സെറ്റാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ ഒരു രംഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഐഷന്റെയും ഹനിന്റെയും സ്പെഷ്യൽ ഷോ ഓഫ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ വെച്ചിട്ടും ഞങ്ങൾക്ക് ലൈറ്റ് ഒന്നും ഒരു എസ്തെറ്റിക് മോഡൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫൈനലി ഞങ്ങള് കുറെ നേരം ഡിസ്കസ് ചെയ്തിട്ട് നമ്മള് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ താഴെ എത്തിയപ്പോഴത്തേനും ഹിബ നല്ല അടിപൊളി പിസ്സ സെറ്റ് ആക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ റാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള സമൂസൊക്കെ ഞാൻ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഓൾസോ ഹിബ 2ാമത്തെ പിസ്സയും കൂടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റത്തെ പിസ്സ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് പിസ്സ നമ്മൾ ഓവനിലോട്ട് വീണ്ടും കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ വീഡിയോസ് എടുക്കുമ്പോൾ ഓരോരുത്തരുടെ ആക്ടിങ്സ് ഒക്കെയാണ് ഇതൊക്കെ. ഞങ്ങൾ പുതിയ അങ്ങനെ പിന്നെ നമ്മുടെ ടൈം ആയപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും എണ്ണക്കടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഐഷയും റിഫയും കൂടെ ആയിരുന്നു കേട്ടോ. ഇടയിൽ കൂടെ പോണ ആളാണ് നമ്മുടെ നിജ്മത്തിന്റെ അനിയന്. അങ്ങനത്തെ നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഷോർട്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഓരോരുത്തർ. എണ്ണക്കടികളൊക്കെ നമ്മൾ മെയിനായിട്ടും ഓരോരുത്തർ അവരവരുടെ വീട്ടിൽ നിന്ന് കുറച്ചായിട്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സമൂസ, പിസ്സ ആൻഡ് മോമോസ്, ഷവർമ അതൊക്കെയാണ് കേട്ടോ നമുക്ക് കടികളായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ അൽഹംദുലില്ലാ ബാങ്ക് കൊടുത്ത് ഞങ്ങള് നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വർഷവും നമുക്ക് നോമ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഒരു ഇഫ്താർ മീറ്റ് നമുക്ക് ഒരു റാത്തായി കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു മൊമെന്റും കൂടെ ആയതുകൊണ്ട് നമ്മളൊന്നും മിസ് ചെയ്യാറില്ല. പിന്നെ എന്താ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എല്ലാ ഫുഡും കഴിച്ച് നല്ല റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. അവരവരെ വീട്ടിൽ നിന്ന് ഓരോ വെറൈറ്റീസ് ഉണ്ടാക്കി കൊണ്ടുവന്നോണ്ട് തന്നെ എല്ലാ ഫുഡും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ ഇതാ ആസ് യൂഷ്വൽ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും ഇല്ലാതെ പിന്നെ എന്ത് പരിപാടി നമുക്ക് ഉണ്ടാവല്ലേ. നമ്മളിങ്ങനെ ഓരോ പരിപാടികൾ സെറ്റ് ചെയ്യുന്നതിനെ നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും എടുത്തു നോക്കാൻ പറ്റുന്ന അടിപൊളി മെമ്മറീസ് ക്യാപ്ചർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്ന് ആവശ്യത്തിലേറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ താഴെ വന്ന് മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. മെയിൻ കോഴ്സ് ഞങ്ങൾ വീട്ടിൽ നോമ്പ് തുറക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മച്ചി പറഞ്ഞത് മെയിൻ ഫുഡ് ഇന്റെ വകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നല്ല അടിപൊളി മന്തിയൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ ഓരോ സാധനങ്ങൾ നേരെ എടുത്ത് മോളിൽ പോയിട്ട് തന്നെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് പോവാണ്. ലെറ്റ്സ് ഗോ. നമ്മള് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പിന്നെ അത് നമ്മുടെ മെയിൻ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും ഒഴിവാക്കിയിട്ടുള്ളൊരു പരിപാടി ഇല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് തുറക്കുമ്പോഴേ ഹെവി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അത് കഴിച്ചപ്പോഴത്തേനും എല്ലാവരും നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ മന്തി എങ്ങനെയൊക്കെ കഴിച്ച് തീർക്കണ്ടേന്ന് വിചാരിച്ച് കഴിച്ചതായിരുന്നു എല്ലാവരും. ബട്ട് പറയാതിരിക്കാൻ വയ്യ, നിജ്മത്തിൻ്റെ ഉമ്മച്ചിൻ്റെ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നല്ല അടിപൊളി ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ റൂമിൽ വന്നിരുന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരമല്ല ഗൈസ്, കുറച്ച് അധികം നേരം. നമ്മുടെ കോളേജും ക്ലാസ്സും ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന അടിപൊളി മൊമെന്റ്സ് ഒക്കെയാണ് കേട്ടോ അതൊക്കെ. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിലോ എത്ര സംസാരിച്ചാലും തീരാത്ത കാര്യങ്ങളാണ്. പിന്നെ ഒരു 9:30 ആയപ്പോഴത്തേനും ഞാനും സഹലും കൂടെ നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു കുട്ടി ഇഫ്താർ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.